വെൽക്കം ബാക്ക് ടു പ്രൈം ഡയറക്ഷൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓർഡർ ആൻഡ് റാങ്കിങ്ങിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിത്തൗട്ട് ഓവർലാപ്പിൻ്റെ ബേസിക്സ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നോക്കാൻ പോകുന്നത് കുറച്ച് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഓവർലാപ്പിംഗ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഇപ്പോൾ പറയുന്നില്ല, അത് അടുത്ത വീഡിയോയിലാണ് പറയുക. അപ്പോൾ ഈ രണ്ട് വീഡിയോയും കണ്ടതിന് ശേഷം അടുത്ത വീഡിയോ കാണാൻ ശ്രമിക്കുക. അതിന് മുന്നേ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. വിത്തൗട്ട് ഓവർലാപ്പിംഗ് അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്, കുറച്ച് എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: The ratio of boys to girls in a class of 150 students is 2:1 എന്ന്. അപ്പോൾ എന്താണ് പറയുന്നത്? ആകെ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ആണുള്ളത്? 150 സ്റ്റുഡൻസ് അല്ലേ? 150 സ്റ്റുഡൻസ്. എന്താണ് അതിൽ ബോയ്സ് ടു ഗേൾസ് എത്ര? 2:1 എന്നാണ് പറയുന്നത്. 2:1. അങ്ങനെയാണെങ്കിൽ ബോയ്സ് എന്തായിരിക്കും? ബോയ്സ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 150 × 2 ഡിവൈഡ് ബൈ 2 + 3 ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. എന്താണ് ഈ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്പർ കാണുക എന്നുള്ളത്. അപ്പോൾ എന്തായിരിക്കും? ഇത് 2/3 ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുക? ബോയ്സ് 100ഉം ഗേൾസ് എന്തായിരിക്കും കിട്ടുക? ഗേൾസ് ഈസ് ഈക്വൽ ടു 50 ആയിരിക്കും കിട്ടുക. റെഡി? ഇനി എന്താണ് പിന്നെ പറയുന്നത്? കരൺ ഹൂ ഈസ് എ ബോയ്. കരൺ എന്ന് പറഞ്ഞൊരു ബോയ് ആണ്. അവൻ എന്താ ചെയ്യുന്നത്? അവൻ ടോപ്പിൽ നിന്ന് 25ാമത്തെ റാങ്കിലാണ്. അത് മാത്രമല്ല എന്താണ് 10 ഗേൾസ് അവനേക്കാളും കൂടിയ റാങ്ക് ഉള്ളവനുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ലൈന് വരയ്ക്കുകയാണ്. ഇതാണ് ലൈന്. അപ്പോൾ കരൺ 25ാമത്തെ കരൺ എന്നുള്ളത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, കരൺ എന്നുള്ളത്. പിന്നെ അപ്പോൾ 25ാമത്തെ കരണാണെങ്കിൽ കരണിനേക്കാളും മുന്നിൽ എത്ര പേരുണ്ടാവും? 24 ആൾക്കാരല്ലേ ഉണ്ടാകുക? 24 ആൾക്കാർ. അതിൽ എത്രയാണ്? 10 ഗേൾസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. 24-ൽ 10 ഗേൾസ് ഉണ്ടെങ്കിൽ ബാക്കി എത്ര ബോയ്സ് ഉണ്ടാവും? 14 ബോയ്സ് ഉണ്ടാവും. അപ്പോൾ ചോദ്യം എന്താണ്? ഹൗ മെനി ബോയ്സ് ആർ ദർ ആഫ്റ്റർ ഹിം എന്നാ. അപ്പോൾ ഇവന് ശേഷം എത്ര ബോയ്സ് ഉണ്ടാവുന്ന? അവന് മുമ്പ് 14 ബോയ്സ് ഉണ്ട്. അപ്പോൾ അവന് ശേഷം എത്ര ബോയ്സ്? എത്ര? 86 ആണോ ആൻസർ വരിക? അല്ല. എന്താണ് ഈ 14 ബോയ്സ് ഇവിടെയുണ്ട്, പിന്നെ അവനും ഒരു ബോയ് ആണ്. അപ്പോൾ ആൻസർ എന്താ വരിക? ഈ 100 മൈനസ് 14 + 1 എന്താ ആൻസർ വരിക? 85. ഈ 100 എവിടെ നിന്ന് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ആണ് ടോട്ടൽ ബോയ്സിൻ്റെ എണ്ണം. അപ്പോൾ ഈ ടോട്ടൽ ബോയ്സിൻ്റെ എണ്ണത്തിൽ നിന്ന് ഇവന് മുന്നേ ഉള്ള എത്ര ബോയ്സ് ഉണ്ടെന്നും ഇവനടക്കം ഇവനും എത്ര ബോയ്സ് ഉണ്ട് എന്നുള്ളത് എന്താണ് മൈനസ് ചെയ്യാണ്. അപ്പോൾ ആൻസർ എന്താ വരിക? 85 എന്ന് ആൻസർ വരും. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സാഹിൽ ആൻഡ് ഗൗരവ് സ്റ്റാൻഡിങ് ഇൻ എ റോ ഓഫ് പേഴ്സൺസ്. സാഹിൽ ഈസ് 12th ഫ്രം ദ ലെഫ്റ്റ് സൈഡ് ആൻഡ് ഗൗരവ് ഈസ് 18th ഫ്രം ദ റൈറ്റ് സൈഡ് ഓഫ് ദ റോ. അപ്പോൾ ഒരു റോ തന്നിട്ടുണ്ട് നമുക്ക്. ഞാൻ റോ വരച്ചിട്ടുണ്ട്. അപ്പോൾ സാഹിൽ എന്ന് പറഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 12ാമത്തെ വന്നാ. അപ്പോൾ സാഹിലിനെ ഞാനിവിടെ വരച്ച്, സാഹിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 12ാമത്തത്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വരയും വരച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്? ഗൗരവ് റൈറ്റ് സൈഡിൽ നിന്ന് 18ാമത്തെ എന്നാണ് പറയുന്നത്. ഗൗരവിനെ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഞാൻ തൽക്കാലം താഴേന്ന് എഴുതുക, കാരണം ഇത് റൈറ്റ് സൈഡിൽ നിന്ന് വരുന്നതിനെ കൊണ്ട്. അപ്പോൾ എത്ര? ഗൗരവ് റൈറ്റ് സൈഡിൽ നിന്ന് 18ാമത്തെ 18. ഇവിടുന്ന് റൈറ്റ് സൈഡിൽ നിന്ന് വരുന്നതിനെ കൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടാക്കി. പിന്നെ എന്താ പറയുന്നത്? ഇഫ് ദ ഇൻ്റർചേഞ്ച് ദെയർ പൊസിഷൻസ്. അവരെ പൊസിഷൻ മാറ്റുക എന്ന് വെച്ചാൽ സാഹിൽ അങ്ങോട്ടും ഗൗരവ് ഇങ്ങോട്ടും വരുന്നുണ്ട്. അതിനുശേഷം സാഹിലിൻ്റെ പൊസിഷൻ 25ാമത്തേതാകുന്ന പറയുന്നത്. അപ്പോൾ സാഹിലിൻ്റെ പുതിയ പൊസിഷൻ എവിടേക്കും? ഇവിടെയല്ലേ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൗരവിൻ്റെ പഴയ പൊസിഷനിൽ. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞത്? സാഹിലിൻ്റെ പുതിയ പൊസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 25ാമത്തേതാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 25ാമത്തേത് എന്ന്. അപ്പോൾ ചോദ്യം എന്താ? വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺ സ്റ്റാൻഡിങ് ഇൻ ദ റോ. അപ്പോൾ ഇവിടെ നോക്കുക, ഈ സാഹിലിൻ്റെ ഇൻ്റർചേഞ്ചിലുള്ള ഒന്നും നോക്കണ്ട. ഈ പോയിൻ്റ് റൈറ്റ് സൈഡിൽ നിന്ന് 18ാമത്തെ കിട്ടിയില്ലേ? പിന്നെന്താണ് ഈ പോയിൻ്റ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 25ാമത്തെ കിട്ടിയില്ലേ? അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പോയിൻ്റ് ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നുള്ള പൊസിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് എങ്ങനെയാണ് കാണുക? ഇതിൻ്റെ രണ്ടിനെയും കൂടി സമ്മ് ചെയ്യുക. 25 പ്ലസ് പിന്നെന്താണ് ഇവിടെ ഇത് ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള 25, റൈറ്റ് സൈഡിൽ നിന്നുള്ള 18 മൈനസ് 1. ഈ -1 എന്നുള്ളത് എന്താണ്? ഒരു കോമൺ ആയിട്ടാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? 25 + 18 43 -1 42. ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കണേ. ഇവിടുന്ന് ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാഹിലിൻ്റെ ന്യൂ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25th ആവുമെന്നാണ് പറയുന്നത്. ഈ സാധനത്തിൻ്റെ ആവശ്യമേ ഇല്ല നമുക്ക് കാണണമെങ്കിൽ ശരിക്ക്. അപ്പോൾ ഈ സാഹിൽ ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 25ാമത്തെ ആവും. പിന്നെന്താണ്? ഗൗരവ് ആദ്യമുള്ള റൈറ്റ് സൈഡിൽ നിന്ന് 18th. അപ്പോൾ ഗൗരവിൻ്റെ
ആദ്യമുള്ള പൊസിഷൻ എന്ന് പറഞ്ഞ് റൈറ്റ് സൈഡിൽ നിന്നുള്ളതും കിട്ടി, പിന്നത്തെ അല്ലെങ്കിൽ ആദ്യത്തെ പിന്നെ സാഹിലിൻ്റെ പിന്നത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്നും കിട്ടി. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള റൈറ്റ് സൈഡിൽ നിന്നുള്ള എന്താണ് ഒരു പൊസിഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ പോയിന്റിനെ സംബന്ധിച്ചിടത്ത് നോക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ആൻസർ കാണുക? ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നുള്ള വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെ സമ്മ് കാണുക, എന്നിട്ട് -1 ചെയ്യുക. അപ്പോൾ ആൻസർ എന്താണ്? 25 + 18 - 1 = 42 എന്ന് ആൻസർ കിട്ടും. ആൻസർ എന്താണ്? 42. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അരുൺ സ്റ്റാൻഡിങ് 19th പൊസിഷൻ ഫ്രം ദ റൈറ്റ് ആൻഡ് ബൈജു സ്റ്റാൻഡിങ് 50th പൊസിഷൻ ഫ്രം ദ ലെഫ്റ്റ് ഇൻ എ റോ ഓഫ് പേഴ്സൺ. അപ്പോൾ നമ്മളൊരു റോ ഓഫ് പേഴ്സൺ വരയ്ക്കുകയാണ്, ലൈന് വരച്ച്. അപ്പോൾ എന്താണ്? അരുൺ 19th പൊസിഷൻ ഫ്രം ദ റൈറ്റ്. അരുൺ 19th റൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിനെ കൊണ്ടാണ് ഇങ്ങനെ ഒരു സിമ്പിൾ വരച്ച് വെച്ചിട്ടുള്ളത്. ഇനി എന്താണ്? ബൈജു 15th പൊസിഷൻ ഫ്രം ദ ലെഫ്റ്റ്. ബൈജുവിനെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് 15th. എന്താണ്? അത് ലെഫ്റ്റ് എന്നതിനെ കൊണ്ടാണ് ഞാൻ അടിയിൽ എഴുതിയതും, അതുമാത്രമല്ല ഇങ്ങനെ ഒരു വര വരച്ചതും. ഇത് റൈറ്റ് എന്നതിനെ കൊണ്ടാണ് ഞാൻ മേലെ എഴുതിയതും ഇങ്ങനെ ഒരു വര വരച്ചതും. ഇനി എന്താ പറയുന്നത്? ദേ ഇൻ്റർചേഞ്ച് ദർ പൊസിഷൻ ആൻഡ് ആഫ്റ്റർ രാജു ഹു വാസ് 24th ഫ്രം ദ ലെഫ്റ്റ് ഈസ് നൗ അറ്റ് ദ 5th ടു ദ ലെഫ്റ്റ് ഓഫ് ബൈജൂസ് ന്യൂ പൊസിഷൻ. എന്താണ്? ഈ രാജു എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അവൻ എത്രാമത്താന്ന് പറയുന്നത്? ലെഫ്റ്റിൽ നിന്ന് ഓൾറെഡി ഉള്ളത് ലെഫ്റ്റിൽ നിന്ന് എത്രയാമത്താ? 24ാമത്താന്ന് പറയുന്നത്. ലെഫ്റ്റിൽ നിന്ന് 24ാമത്തെ. അപ്പോൾ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്യുക. രാജു എന്നുള്ളത് ലെഫ്റ്റിൽ നിന്ന് 24ാമത്തതാണ്. റെഡി? എന്താണ് പിന്നെ പറയുന്നത്? ഫ്രം ദ ലെഫ്റ്റ് ഈസ് നൗ 5th ടു ദ ലെഫ്റ്റ് ഓഫ് ബൈജൂസ് ന്യൂ പൊസിഷൻ. ഇവർ രണ്ടാളിത് ഇൻ്റർചേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ബൈജുവും ഈ ആരാണ്? അരുണും കൂടി ഇൻ്റർചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ ഇന്ന് പറയുന്നത്? ബൈജുവിൻ്റെ പുതിയ പൊസിഷൻ ഇവിടെയല്ലേ വരിക? ബൈജുവിൻ്റെ പുതിയ പൊസിഷൻ ഇവിടെയാണ്. എന്താണ്? അരുണിൻ്റെ പുതിയ പൊസിഷൻ ഇവിടെയാണ്. പിന്നെ എന്താ പറയുന്നത്? ഈ രാജു എന്ന് പറയുന്നത് എന്താണെന്നാ? ഈ ബൈജുവിൻ്റെ പുതിയ പൊസിഷനിൽ 5th ടു ദ ലെഫ്റ്റ് ആണെന്നാണ് പറയുന്നത്. ബൈജുവിൻ്റെ പുതിയ പൊസിഷനിൽ 5th ടു ദ ലെഫ്റ്റ്. അങ്ങനെയാണെങ്കിൽ ബൈജുവിൻ്റെയും രാജുവിൻ്റെ ഇടയിൽ എത്ര ആൾക്കാരുണ്ടാവും? 4 അല്ലേ? റെഡി? ബൈജു 5th ടു ദ ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വേണമെങ്കിൽ ഒന്നുകൂടി നോക്കുക. ഇവിടെ നോക്കുക, ഇവിടെ ബൈജു ഉണ്ട്, ഇവിടെ രാജു ഉണ്ട്. ഇപ്പോൾ 5th ടു ദ ലെഫ്റ്റ് എന്ന് പറയുന്നത് 1 2 3 4 5. ബൈജുവിൻ്റെ 5th ടു ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5. അപ്പോൾ എത്ര ആൾക്കാരാണ് നടുവിലുള്ള? 4. അതാണ് പറഞ്ഞത്. ഇവിടെ എത്ര ആൾക്കാരാളെ? 4 ആൾക്കാർ. അപ്പോൾ ഇനി എങ്ങനെയാ ചോദ്യം? ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ദ റോ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ദ റോ ഇതെങ്ങനെ കാണുക? നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് മുതൽ ഇവിടം വരെയുള്ള പൊസിഷൻ കിട്ടിയല്ലോ. കാരണം എന്താ? ഈ രാജു എന്ന് പറയുന്നത് 24th ഫ്രം ദ ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായി? ഇവിടുന്ന് മുതൽ ഇവിടം വരെയുള്ള പൊസിഷൻ 24. പിന്നെന്താ കാണുക? പിന്നെന്താ? ഈ 4 ആൾക്കാരുണ്ടാകില്ലേ? പിന്നെ ഈ 4 ആൾക്കാർ 4 പ്ലസ് എന്താണ്? ഈ ആരാണ്? അരുൺ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ നിന്ന് 19ാമത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് മുതൽ ഇവിടം വരെയുള്ള കിട്ടി, പിന്നെ ഇവിടുന്ന് മുതൽ ഇവിടം വരെയുള്ള കിട്ടി, പിന്നെ എന്താണ്? ഇവിടുന്ന് മുതൽ ഇവിടം വരെയുള്ളതും തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയില്ലേ? അപ്പോൾ ഇതെത്രയാണ് ആൻസർ കൂട്ടേണ്ടത്? 19 അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? 24 + 4 28, 28 + 9 37, 37 + 1 10, 47 എന്ന് ആൻസർ വരും. റെഡി? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? 47. നമ്മളെന്താ ആകെ ചെയ്തിട്ടുള്ളത്? ഈ രാജുവിൻ്റെ പൊസിഷൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. രാജു ബൈജുവിൻ്റെ പിന്നെ എന്താണ് പറഞ്ഞത്? രാജുവിൻ്റെ പൊസിഷനും ബൈജുവിൻ്റെ പൊസിഷനും അരുണിൻ്റെ പൊസിഷനും നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബൈജുവും അരുണും എന്താണെന്ന് പറഞ്ഞാൽ ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻ്റർചേഞ്ച് ചെയ്തപ്പോൾ ആ ബൈജുവിൻ്റെ പുതിയ പൊസിഷനിൽ രാജുവിൻ്റെ പൊസിഷൻ എത്രയാണ്? 5th ടു ദ ലെഫ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ മിഡിലുള്ള നമ്പേഴ്സ് കണ്ടിട്ടുണ്ട്, 4 എന്ന് കണ്ടിട്ടുണ്ട്. പിന്നെന്താണ്? ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് രാജുവിൻ്റെ പൊസിഷൻ വരെയുള്ള 24 ആൾക്കാർ, ബൈജുവിൻ്റെ പൊസിഷൻ വരെ 4 ആൾക്കാർ, പിന്നെ ബൈജുന്ന് അപ്പുറത്തെ എൻഡിലേക്ക് 19 ആൾക്കാർ. അതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് ആയി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതിൽ കൺഫ്യൂഷൻ ഇല്ലാന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ ക്യൂ ഓഫ് 123 പീപ്പിൾസ്, പി സ്റ്റാൻഡിങ് 60 seconds ഫ്രം ദ ഫ്രണ്ട് ആൻഡ് ആർ സ്റ്റാൻഡിങ് 13th ഫ്രം ദ ബാക്ക്. അപ്പോൾ എന്താണ്? 123 ആൾക്കാരുള്ള ഒരു ലൈനാണ്. ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി എന്താണ്? പി സ്റ്റാൻഡിങ് 60 seconds ഫ്രം ദ ഫ്രണ്ട്. അപ്പോൾ ഞാനിതാ പീനെ അടയാളപ്പെടുത്തി. പി 62 എന്താണ്? ഈ പോർഷനാണ്. ഇതിൻ്റെ ഇങ്ങോട്ടേക്ക് എത്രയ്ക്ക്? അങ്ങനെയാണെങ്കിൽ 61 ആൾക്കാർ. ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം.
60 ഫ്രം ദ ഫ്രണ്ട് ആൻഡ് ആർ സ്റ്റാൻഡിങ് 30th ഫ്രം ദ ബാക്ക്. അപ്പോൾ ഇവിടെയാണ് ആറുള്ളത്, ആർ എത്രാമത്തെ 13th. പിന്നെന്താണ് ക്യൂ സ്റ്റാൻഡിങ് ബിറ്റ്വീൻ പി ആൻഡ് ആർ സച്ച് ദാറ്റ് ഈക്വൽ നമ്പർ ഓഫ് പീപ്പിൾ ആർ ദർ ബിറ്റ്വീൻ പി ക്യൂ ആൻഡ് ക്യൂ ആർ. ഇതിൻ്റെ നടുക്ക് എവിടെയോ എന്താണ് ഒരു ക്യൂ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അത് ആളുണ്ട്. പിന്നെന്താണ് കണ്ടീഷൻ, ഈ പിൻ്റെയും ക്യൂവിൻ്റെ ഇടയിലെ ആൾക്കാരും ക്യൂവിൻ്റെയും ആറിൻ്റെയും ഇടയിലുള്ള ആൾക്കാരും എന്താണ് സെയിം ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ക്യൂ ഫ്രം ദ ബാക്ക്. ഇതെങ്ങനെ കാണുക? ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് പി വരെ 62 ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് റൈറ്റിൽ നിന്ന് 6 വരെ ഇൻക്ലൂഡിങ് 6 വരെ എന്താണ് 30 ആൾക്കാരുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ രണ്ടിലും സെയിം ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ കാണുക? ഇവിടുന്ന് ഇവിടം വരെ 62, ഇവിടുന്ന് ഇവിടം വരെ 30 ഉണ്ട്. ആകെ ടോട്ടൽ 123 എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിൻ്റെയും ആറിൻ്റെ ഇടയിൽ എത്ര ആൾക്കാരുണ്ടാകുന്നു എങ്ങനെ കാണുക? ഈ 123 മൈനസ് 62 പ്ലസ് 30 ചെയ്താൽ പോരെ? റെഡി? അപ്പോൾ ഇതെന്തായിരിക്കും വരിക? 123 മൈനസ് 92 എന്തായിരിക്കും ആൻസർ വരിക? ഇത് 31 വരിക. ഈ 31 എന്ന് പറഞ്ഞാൽ ഏതാ? ഈ 31 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിൻ്റെയും ക്യൂ ആറിൻ്റെയും ഇടയിലുള്ള ആൾക്കാരാണ് ഈ 31 എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പിന്നെന്താ കണ്ടീഷൻ? പി ക്യൂയും ക്യൂ ആറും കൂടി സെയിം ആണെന്ന്. അപ്പോൾ ഒരു ഡൗട്ട് വരും, ഇത് ഓഡ് നമ്പർ അല്ലേ, അതെങ്ങനെയാണ് ഡിവൈഡഡ് ബൈ 2 ചെയ്യാൻ പറ്റുകയെന്ന്. അപ്പോൾ എന്തായിരിക്കും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. ഇവനില്ലേ, ഇവൻ നടുക്കുള്ളതാ, ബാക്കി 2 സൈഡിലും എന്താണ് സെയിം ആൾക്കാരാണുള്ളത്. ഞാനിപ്പോൾ ഇവിടെ 15 ഇവിടെയും 15 കൊടുത്ത്, അപ്പോൾ എത്ര ആൾക്കാരായി? 15 15 30 അല്ലേ എന്നല്ല. അപ്പോൾ ഇവൻ്റെ പ്ലേസ് വാല്യൂ നമ്മൾ കൂട്ടിയിട്ടില്ലല്ലോ. ഇവിടെ 1, അപ്പോൾ എത്രയായി? 15 15 1 31 അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇടയിൽ എത്ര ആൾക്കാരാണോ കിട്ടുന്നത് -1 ചെയ്യുക, ഡിവൈഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഇടയിലുള്ള ആൾക്കാരുടെ ഹാഫ് കിട്ടും. അപ്പോൾ എന്തായിരിക്കും ഫൈൻഡ് ദ ന്യൂ പൊസിഷൻ ഓഫ് ക്യൂ ഫ്രം ദ ബാക്ക് എന്നാണ് കിട്ടേണ്ടത്. പി വരെയുള്ള ഇത് ഫ്രണ്ട്, ഇത് ഫ്രണ്ടാണ്, ഇത് ബാക്കാണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള പൊസിഷനാണ് നമുക്ക് കാണേണ്ടത്. എന്താണ് അപ്പോൾ 6 വരെയുള്ള എത്രയാ? 30. പിന്നെന്താണ് 6ന്ന് ക്യൂ വരെ എത്രയാണ്? 15. അപ്പോൾ അത്രയ്ക്ക് പൊസിഷൻ എങ്ങനെയാണ് കാണുക? പൊസിഷൻ ഈസ് ഈക്വൽ ടു ഞാൻ റൈറ്റ് സൈഡിൽ എഴുതുകയാണ്. അപ്പോൾ പൊസിഷൻ എങ്ങനെയാണ് കാണുക? ഈ ഇവിടുന്ന് മുതൽ ഇവിടം വരെ 30 പ്ലസ് ഈ 6ൻ്റെയും ക്യൂവിൻ്റെയും ഇടയിൽ എത്ര ആൾക്കാരാ? 15. അത് രണ്ടും കൂടി സം ചെയ്തിട്ട് 45 എന്ന് എഴുതി കഴിഞ്ഞാൽ ആൻസർ ആയോ? ഇല്ല. ഇതിൻ്റെ ക്യൂവിൻ്റെ പൊസിഷനാണ് ചോദിച്ചത്, അല്ലാണ്ട് ക്യൂവിൻ്റെ അപ്പുറത്തേക്ക് എത്ര ആൾക്കാരുണ്ടെന്നല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ ക്യൂവിൻ്റെ ഒന്നും കൂടി കൂട്ടണം. അപ്പോൾ റെഡിക്ക് ആൻസർ എന്താ വരിക? 46 എന്നായിരിക്കും ആൻസർ വരിക. ഈ +1 എന്താ ചെയ്തതെന്ന് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെയാണ്? ഈ ബാക്കിൽ നിന്ന് ഇവിടം വരെ 6 വരെ ഇൻക്ലൂഡിങ് 6 വരെ ഇവിടുന്ന് ഇവിടം വരെയാണ് 30 ആൾക്കാരുള്ളത്. പിന്നെന്താണ് ഈ 6 മുതൽ ഈ ക്യൂവിൻ്റെ അടുത്ത് വരെ എന്താണ് 15 ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂ ഇല്ല. അപ്പോൾ ക്യൂവിൻ്റെയും കൂടി പൊസിഷൻ നോക്കണം. അതുകൊണ്ടാണ് ഈ +1 ചെയ്തത്. 30 15 1 എന്തായിരിക്കും ആൻസർ? 46. റെഡി? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഈ ബാക്ക് അടിച്ചിട്ടൊന്ന് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പം ആൻസർ എന്താ വരിക? 46. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വിജയ് റാങ്ക് 34th ഫ്രം ദ ലെഫ്റ്റ് ആൻഡ് അജയ് റാങ്ക് 37th ഫ്രം ദ ഇതിപ്പോൾ ലെഫ്റ്റ് എന്നുള്ള റൈറ്റ് എന്നാക്കി. എന്താണ് ഞാൻ റൈറ്റ് എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പം വിജയിൻ്റെ നമ്പർ ലൈൻ വരച്ചിട്ടുണ്ട്. വിജയ് 34th, ലെഫ്റ്റിൽ നിന്ന് 34th ആയി എന്നാണ് പറയുന്നത്. ഇനി അജയ് എന്താണെന്ന് പറയുന്നത് റൈറ്റിൽ നിന്ന് 37th. ഇനി അജയ് എന്താന്ന് പറഞ്ഞാൽ റൈറ്റിൽ നിന്ന് 37th. പിന്നെ പറയുന്നത് എന്താ? വാട്ട് കുഡ് ബി ദ മിനിമം അല്ല. പിന്നെ എന്താ പറയുന്നത്? ഓൺലി ദിവാകർ 6 എക്സാക്ട്ലി ഇൻ ബിറ്റ്വീൻ ദം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദിവാകർ എന്താന്ന് പറഞ്ഞാൽ ഇവരെ നടുവിലുണ്ട് എന്നാണ് പറഞ്ഞത്. ദിവാകർ നടുവിലുണ്ട്. പിന്നെ എന്താണ്? വാട്ട് കുഡ് ബി ദ മിനിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് ഇഫ് അജയ് ഈസ് അഹെഡ് ഓഫ് വിജയ്. അജയ് എന്താണ് വിജയിൻ്റെ മുന്നിലാണുള്ളതെന്ന് പറയുന്നത്. നമ്മൾ ഓവർലാപ്പിംഗ് കോൺസെപ്റ്റ് ഇപ്പം എന്താണ് വിജയ് അഹെഡ് ഓഫ് അജയ് എന്നാണെങ്കിൽ
എന്താണെന്ന് പറയുന്നത് ഓവർലാപ്പിംഗ് കൺസെപ്റ്റ് വരും. അതിലേക്ക് ഇപ്പം മൈൻഡ് ചെയ്യേണ്ട. ഞാനിപ്പം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ എന്താണ് ഓവർലാപ്പിംഗ് കൺസെപ്റ്റ് എന്നുള്ളത്. അപ്പോൾ എന്താണ് ഇപ്പോൾ പറയുന്നത് എന്താണ് ദിവാകർ എന്താണ് ഇവരെ രണ്ടിൻ്റെ ഇടയിലാണ് എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ് വിജയ് 34th ഫ്രം ദ ലെഫ്റ്റും അജയ് 37th ഫ്രം ദ റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് വാട്ട് കുഡ് ബി ദ മിനിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്? ഏറ്റവും കുറഞ്ഞ നമ്പർ കാണണം. എങ്ങനെയാണ് കാണുക? ഇവിടെ ഇതാ ഞാനൊരു 10 ആൾക്കാരാന്ന് വിചാരിക്കുക. അങ്ങനെ എന്തെങ്കിലും എന്തായിരിക്കും കിട്ടുക? ഒരു എത്രയ്ക്ക് ആൻസർ കിട്ടുക? 34ഉം 21ഉം 34ഉം 21ഉം 37 അല്ലേ കിട്ടുക? എത്ര ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് എന്നുള്ളത്? അതെന്തായിരിക്കും? അതായിരിക്കും ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ്. ഞാനിപ്പോൾ അതാ ഇവിടെ 5 എന്ന് എടുത്ത് വിചാരിക്കുക. 5 എടുക്കുന്നുണ്ടെങ്കിൽ എത്ര കുറയും? ഇതിൽ നിന്നൊരു 10 കുറയല്ലേ? കാരണം ഇവിടെ 5 കുറച്ച് ഇവിടെ 5 കുറച്ച് ഇതിൽ നിന്നൊരു 10 കുറഞ്ഞ്. അപ്പോൾ എന്തായി? കുറച്ചും കൂടെ കുറഞ്ഞ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടേണ്ടത്? മിനിമം നമ്പർ ഓഫ് പേഴ്സൺസാണ്. ഇപ്പം ഈ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് എന്നുള്ളതാണെങ്കിൽ നമ്മൾ ഈ സാധാരണ ഓവർലാപ്പിംഗ് ഇല്ലാത്ത കൺസെപ്റ്റിൽ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇടയിൽ എത്ര ആയിട്ട് എടുക്കണം ആൾക്കാരാ? 0 ആയിട്ട് എടുത്താൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഇടയിൽ ആൾക്കാർ ആരും ഇല്ലയെന്ന് എടുത്തു കഴിഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് കിട്ടും. ഏതിൽ? നോൺ ഓവർലാപ്പിംഗ് കേസസിൽ. നോൺ ഓവർലാപ്പിങ്ങിൽ മിനിമം കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്വീൻ ദം. ഓക്കെ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. എന്താണ് നോൺ ഓവർലാപ്പിങ്ങിൽ മിനിമം കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബിറ്റ്വീൻ ദം ഈസ് ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ ഇവരുടെ രണ്ടാളുടെ ഇടയിൽ എത്ര ആൾക്കാർ ഇവരുടെ 2 പേരുടെ ഇടയിൽ എത്രയാണ്? 0. ഇവരുടെ 2 പേരുടെ ഇടയിൽ 0. അപ്പോൾ എന്തായിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് മിനിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ എങ്ങനെ കാണുക? ഇവിടുന്ന് ഇവിടം വരെ 34. റെഡി? പിന്നെന്താണ് ഈ ഡീൻ്റെ ഒന്നും കൂടി കൂട്ടണ്ടേ? +1. പിന്നെന്താണ് ഇവിടുന്ന് ഇവിടം വരെയുള്ള കിട്ടിയിട്ടുണ്ട്. അത് എത്രയാണ്? 37 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്രയായി? 37. ഇതെത്രയായി? 71 72 എന്ന് ആൻസർ കിട്ടും. റെഡി? ഇതാണ് 72 എന്നാക്കി ആൻസർ കിട്ടുക. ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ നോക്കണ്ട. അപ്പോൾ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എന്താണ് മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുള്ള ഓർഡർ ആൻഡ് റാങ്കിങ്ങിലെ നോൺ ഓവർലാപ്പിംഗ് കൺസെപ്റ്റാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബേസിക്സ് ക്വസ്റ്റ്യൻസും പിന്നെ ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് എക്സാം ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക.